അവസാനത്തെ യാത്ര പറച്ചിൽ കൃഷ്ണൻ്റേതാണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും മോഹമൊക്കെ വല്ലാതെയായി തുടങ്ങി. തങ്ങളുടെ ജീവനായിട്ട് കൂടെ നിന്ന് രാജസൂയ യാഗം നടത്തി കൊടുത്തിട്ട് അദ്ദേഹം യാത്ര പറഞ്ഞ് പിരിയുന്ന ഭാഗത്തിൽ ഇവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു. കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിച്ച് അപ്പോൾ കൃഷ്ണൻ്റെ കൂടെ കുറേ ദൂരം 2 നാഴികയോളം അനുയാത്ര ചെയ്ത് എന്നിട്ട് പിന്നെ കൃഷ്ണൻ പറയും, ഇനിയിപ്പോൾ നിങ്ങൾക്കിവിടെ ഇറങ്ങാം, എന്തായാലും ഇറങ്ങണമല്ലോ, അപ്പം അതുകൊണ്ട് നിങ്ങളിവിടെ ഇറങ്ങുക. ഞാൻ അപ്പോൾ സുഭദ്രയെ കൊണ്ടുപോകണ്ടോ ഈ മറ്റേ കൃഷ്ണൻ? ഇല്ല, കൊണ്ടുപോകുന്നില്ല. അപ്പോഴല്ല, ഇപ്പോഴും ഒരിക്കൽ പോകുമ്പോൾ ഇതുപോലെ ഇപ്പോൾ പോകുമ്പോൾ സുഭദ്രയെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടോ? അത് ചൂതുകളിയിൽ തോറ്റ് പോകുമ്പോഴാണ് അപ്പോഴാണല്ലേ സുഭദ്രയെയും അഭിമന്യുവിനെയും കൊണ്ടുപോകുന്നത്. മറ്റഞ്ച് മക്കളെ പാഞ്ചാലൻ അവിടെയാണ് വളർത്താൻ പാഞ്ചാല രാജ്യത്തേക്ക് പറഞ്ഞയക്കുകയാണ്. കുന്തി വിതുരൻ്റെ കൂടെ താമസിക്കും. അതെ, കുന്തി വിതുരൻ്റെ കൂടെയാണ്. ഇവർ 6 പേര് മാത്രമാണ് കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കൃഷ്ണൻ യാത്ര പറഞ്ഞ് പിരിയുന്ന ഭാഗം വളരെ ഹൃദയസ്പർശിയാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല, വായിച്ച അല്ലെങ്കിൽ അത് നമുക്ക് ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു നിലവാരത്തിലേക്ക് വ്യാസൻ്റെ ഇമാജിനേഷൻ അങ്ങോട്ട് എത്തിപ്പോയിട്ട് നമുക്കിതൊന്നും മഹാഭാരതത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അതറിഞ്ഞവർക്ക് അതിൻ്റെ കടലിനെ കുറിച്ച് എന്താ പറയുക. ഈ വീരരൗദ്ര രസങ്ങൾ വർണ്ണിച്ചു വന്ന് അതിൻ്റെ മൂർധന്യത്തിലെത്തിക്കഴിഞ്ഞ് പെട്ടെന്നൊരു കരുണത്തിലേക്ക് ഒരു ചാട്ടമാണ്. അതെ, വലിയ കോൺട്രാസ്റ്റാണത്. അത് പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു വിധത്തിലും സാധ്യമല്ല. അപ്പോൾ കരുണത്തിൽ ഇത് വന്ന് അവസാനിക്കുകയാണ്. കൃഷ്ണൻ്റെ വിട പറഞ്ഞുള്ള പോക്കും ഇവരുടെ സങ്കടവും. പാഞ്ചാലിയും മറ്റും അനുഗമിക്കുന്നില്ല. പക്ഷെ അവിടെ വെച്ച് യാത്ര പറയുമ്പോൾ കുന്തിയോട് യാത്ര പറയുമ്പോൾ കുന്തിയെ നമസ്കരിച്ചിട്ടാണ് ഭഗവാൻ കുന്തിയോട് യാത്ര പറയുന്നത്. മറ്റേ അച്ഛമംഗളാണേ എന്നിട്ടാണ് യാത്ര പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ കരുണരസത്തിൻ്റെ അനുസ്യൂതി അഭംഗുരമായിട്ട് ഈ കൃഷ്ണൻ യാത്ര പറഞ്ഞ ഇവർ തേരിൽ നിന്ന് ഇറങ്ങി കൃഷ്ണൻ യാത്ര പറഞ്ഞ് തേർ ഓടിച്ചു പോകുമ്പോഴും കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കിക്കൊണ്ട് നിൽക്കും ധർമ്മപുത്രാദികൾ. അങ്ങനെയാണ് ആ രംഗം അവസാനിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ദുര്യോധനൻ സഭ കാണുന്നതിന് വേണ്ടി പുറപ്പെടുന്നത്. അതെ, വർണ്ണിക്കുന്നത് പോലെയൊന്നും മഹാഭാരതത്തിലില്ല. അത് പക്ഷെ അത് നമ്പ്യാരാണ് വർണ്ണിച്ച് ഫലിപ്പിച്ചത്. വ്യാസന്റെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം അത് വർണ്ണിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്പ്യാരമായ വ്യാസം അത് സൂചിപ്പിച്ച് വിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് നീട്ടിപ്പിടിച്ചു ദുര്യോധനനെ അപഹാസ്യനാക്കാൻ നമ്പ്യാർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഈ ദുര്യോധനൻ്റെ ഗാംഭീര്യം കളയാൻ ഒരിക്കലും വ്യാസൻ മുതിരില്ല. ഇല്ല. അതാണല്ലോ വ്യാസന് ഏറ്റവും നീചമായ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ പോലും നമുക്ക് ബഹുമാനമായി സഹാനുഭൂതി. ഇത് ഇദ്ദേഹം വെള്ളത്തിൽ വീണിട്ട് വെള്ളമില്ല എന്ന് നിരൂപിച്ച് എന്നോട് നടന്നു പോയി ചെന്ന് ചെറിയ തടാകത്തിൽ ചെന്ന് ചാടും. വരാന്തയിലുള്ള ചാടും. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരവിടെ നിന്ന് മുകളിൽ നിന്ന് മട്ടുപ്പാവിൽ നിന്ന് കൊണ്ട് ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പാഞ്ചാലി ചിരിച്ചു എന്നുള്ളത് അത് നമുക്കൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ്. ദ്രൗപദീശ്ച സഹസ്ത്രീഭിർ വ്യഥയന്തി, സ്ത്രീകളോടുകൂടി ദ്രൗപദീച്ച സഹസ്ത്രീഭിർ സഖിമാരോടുകൂടി നിന്ന് ചിരിച്ചു എന്നാണ്. വ്യഥയന്തീച്ച മമ പരം, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മഥിക്കുന്നത് ഈ പാഞ്ചാലിയും സുകുമാരും കൂടി നിന്ന് ചിരിച്ചു എന്നാണ്. മുൻപ് കൃഷ്ണൻ ചിരിച്ചത് ഇത് പറയും പലരും. ഭാർത്തേന സഹ സുസ്വരം. പിന്നെ ഈ ഗ്ലാസ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് തല മുട്ടി പൊട്ടിയതിൻ്റെ കഥ ഒക്കെ ഉണ്ട്. അവിടെ വാതിൽ ഒന്നുമില്ലാന്ന് തിരിച്ചിട്ട് ചെന്നാണ് നടക്കുക. തലയാ മുട്ടി ഗ്ലാസ് മില്ല പൊട്ടി ചോരയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനത്തെ കഥകൾ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇദ്ദേഹം ഈ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുകയും അവസാനത്തേതാണിത്. ചെന്ന് ഈ തടാകത്തിൽ, ചെറിയ തടാകത്തിൽ ചാടിയിട്ടാണ് ഇത് ആരെങ്കിലും കണ്ടോ എന്നറിയാനാണ് നോക്കുന്നത്. അല്ല, അപ്പോൾ ഈ ഭീമൻ സഹദേവന് വല്ല മുണ്ടു വല്ലതും ധർമ്മപുത്രനാണല്ലോ. ഭീമനല്ല. അല്ലല്ല,
ധർമ്മപുത്രൻ. സഹദേവന് കിങ്കരാഹ രാജനോദിതാഹ. ഓ രാജനോദിത. രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മപുത്രൻ. ഓ അതെ, രാജാവ് ധർമ്മപുത്രനാണല്ലോ. ധർമ്മപുത്രൻ ഇത് കണ്ടിട്ട് സഹദേവനോട് വിളിച്ചു പറയണ്ട, ഇത് ഈറമാറ്റ വല്ലതും കൊണ്ട് കൊടുക്കുന്നതാണ്. എന്താ ഇൻസൾട്ട് കിടേറ്റ ശക്തിയുണ്ട് ഇങ്ങനെ അപമാനിക്കാന്ന്. ദദുർ വസാംസ്യമേന്യാനി, അന്യങ്ങളായ വസനങ്ങൾ വേറെ എനിക്ക് കൊടുത്തയച്ചു എന്നാണ്. പക്ഷെ അത് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ അവിടെ നിന്ന് കയറി അദ്ദേഹം അദ്ദേഹം വിഗണിച്ചേ കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ഭാവിച്ചില്ല. ഇവരുടെ ചിരിയെയും തൽക്കാലത്തേക്ക് ഇത് മനസ്സിനെ വല്ലാതെ കുത്തി നോവിപ്പിച്ചില്ല. അതും ആ ദുര്യോധന്റെ കപ്പാസിറ്റിയെ കാണിക്കുന്നത്. ആ ഗാംഭീര്യം അപ്പോഴും വിടുന്നില്ല. ഈ നനഞ്ഞ മുണ്ടോടുകൂടിയാണ് അവിടെ നിന്ന് അസ്തനപുരിയിലേക്ക് മടങ്ങുന്നത്. വന്ന് തേരിൽ കയറുക, തേരോടിച്ച് നേരെ പോരുക എന്നുള്ളതാണ്. പിന്നെ അവിടെ സംസാരിക്കുന്നില്ല അവരോട് ആരോടും. അങ്ങനെ വന്നാണ് കൊട്ടാരത്തിൽ വന്നിട്ട് ഹസ്തനാപുരിയിൽ വന്നിട്ട് ആണ് വിഷാദമഗ്നായിട്ട് എല്ലായിടത്തും ഒരു അസാധാരണമായ ചിന്തയുടെ ക്ലാന്തിയോടുകൂടി തളർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് ശകുനി വന്നിട്ട് അമ്മാവൻ വന്ന് ചോദിക്കുന്നത് എന്താ മരുമകനൊരു വൈക്ലഭ്യം ഇല്ലേ. പിന്നെ ഇവർ ഈ ശകുനിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളെങ്കിലും 7 സഹോദരന്മാരുണ്ട് അവിടെ. ഗാന്ധാരിയുടെ 7 സഹോദരന്മാർ ഹസ്തനപുരിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ടും സൗഹൃദത്തോടുകൂടി എപ്പോഴും ആനന്ദിച്ച് കഴിയുന്ന നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ ഞാൻ നദിയിൽ ചാടിച്ചാവും, അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഞാൻ അവിടെ നിന്ന് ചാടിച്ചാവും, അല്ലെങ്കിൽ ഞാൻ കയറെടുത്ത് കെട്ടിത്തൂങ്ങി മരിക്കും. അപ്പോൾ ഈ പലവിധം ആത്മഹത്യ രീതികൾ, അല്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ച് ചാവും. ഇങ്ങനെ എല്ലാ ആത്മഹത്യകളെക്കുറിച്ചും അന്ന് പ്രയോഗിക്കാമായിരുന്ന എല്ലാ ആത്മഹത്യാ പ്രകാരങ്ങളെക്കുറിച്ചും അദ്ദേഹം അമ്മാൻ്റെ അടുത്ത് പറയും. ശകുനി ഇതൊക്കെ വളരെ നിസ്സാരമായ മട്ടിൽ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ശകുനി എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഒരു ചെറിയ രാജാവ് മാത്രമായിരുന്നു. അല്ല, ഗാന്ധാരം തന്നെ ചെറിയ സ്ഥലമാണല്ലോ. സഹോദരിയെ ധൃതരാഷ്ട്രയെ പോലെ ഒരു മഹാചക്രവർത്തി, അതുകൊണ്ട് കുരുടനായിട്ട് പോലും കൊടുത്തേ. അതെ 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 അതെ. ശകുനി അന്നത്തെ ഇതുകൊണ്ടിട്ട് ആ പ്രൊട്ടസ്റ്റ് മുഴുവൻ ഗാന്ധാരി ചെന്ന ഉടനെ തന്നെ കിട്ടി. അവരുടെ പ്രൊട്ടസ്റ്റാണ് കാണിക്കണതേ, വോയിസൊന്നുമില്ല. ഇതെല്ലാം അമ്മാവനോട് പറയും. ആത്മഹത്യയെക്കുറിച്ച് പറയും. അപ്പോഴാണ് അതിൻ്റെ കാരണം ചോദിക്കുന്നത്. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ ഈ ശത്രുവിൻ്റെ, അത് പരൻ്റെ ശത്രുവിൻ്റെ ഉത്കർഷം കണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ പൗരുഷമില്ലാത്തവൻ. അങ്ങനെ ജീവിക്കുന്നവൻ മരിച്ചവനാണ്. പിന്നെ ആത്മഹത്യ ചെയ്താലെന്താ? എൻ്റെ ശത്രുവിനെ ആര് ജീവിച്ചിരിക്കരുതെന്ന് ഞാൻ കരുതുന്നുവോ അവന് അവൻ്റെ ജീവിതത്തിൽ ഉത്തരോത്തരം ഉത്കർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആ ഉത്കർഷ അഭിവൃദ്ധിയെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ, അതിനൊരു പൂർണ്ണ വിരാമം ഇടാനുള്ള ഏറ്റവും പറ്റിയ മുഹൂർത്തമാണിത്. അതിന് നിങ്ങൾ അനുവദിക്കണം എന്നുള്ളതാണ്. എനിക്ക് ചവണാർത്ഥം. അപ്പോഴാണ് ഇതിന് സമാധാനം ഉണ്ടാക്കാൻ, നീ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കുക, സമാധാനം ഞാൻ ഉണ്ടാക്കാം, വഴിയുണ്ട്. അമ്മാവൻ വിചാരിച്ചു എനിക്ക് ആ ശ്ലോകം എന്നാണ്. എന്നിട്ടും അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ ഒരു 10-100 ശ്ലോകം ഉണ്ട്. അപ്പോൾ അതിന് സമാധാനം ഉണ്ടാക്കാം, നീ ഭക്ഷണം കഴിക്കുക, നീ ഉത്സാഹവാനായിട്ടിരിക്കുക. മനുഷ്യൻ വെടിയരുതാത്ത ഒരു സംഗതി അവൻ്റെ ഉത്സാഹമാണ്. ഒരു പ്രശ്നത്തിലും നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് നീ ഉത്സാഹവാനായി ഏത് സമയത്തും വർത്തിക്കേണ്ടതാണ്. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, നീ ഭക്ഷണം കഴിക്കുക. പറഞ്ഞ് അങ്ങനെ പരിഹാരം ഉണ്ടാക്കും. യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. യുദ്ധം ചെയ്ത് അവരെ കൊല്ലാതെ അവരുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ നമുക്ക് ലഭ്യമല്ല. ഇതാ ഇവിടെ ഉണ്ട് ഇതെന്ത് കൊട്ടാരം ഇത്? ഇത് വെറുതെ ചാപ്പുര പോലെ ഒരു സാധനമല്ലേ, ഇതാണോ കൊട്ടാരം? ഇപ്പോഴല്ലേ ശരിയായ രാജാവ് അധിവസിക്കുന്ന മണ്ഡലാധിപനായ ചക്രവർത്തി അധിവസിക്കുന്ന, എങ്ങനെയാണ് സ്വർഗം തനിയെ പ്രസവിച്ചു വെച്ചതുപോലെ ഒരു പുരിയിൽ താമസിക്കുകയാണ്. ഇതൊരു പഴഞ്ചൻ കൊട്ടാരം. ഇവിടെ ആകെ ഒരു പുതുമ തോന്നുന്ന കൊട്ടാരം ദുശാസനൻ താമസിക്കുന്നു. ആ ദുശാസനന്റെ കൊട്ടാരം തന്നെ വീഴാറായി. പിന്നെ ഒരു കൊട്ടാരം നമ്മൾ താമസിക്കുന്നുള്ളത് ചരിഞ്ഞു നിൽക്കുകയുമാണ്. അത് മറ്റേ ബലരാമൻ അല്ല, ഇതിൻ്റെ മോന്താഴത്ത് അദ്ദേഹത്തിൻ്റെ ഹലി മറ്റേ കലപ്പ് വലിച്ച് ചായച്ച് നിർത്തിയിരിക്കുകയാണ്. മറ്റേ ലക്ഷ്മണന്റെ വിവാഹത്തിന് സാമ്പൻ അവളെ കൊണ്ടുവരാൻ ചെന്നപ്പോൾ കാരാഗൃഹത്തിൽ പിടിച്ചിട്ടു കൊടുക്കില്ല. എന്നിട്ട് വേറെ ആൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കാൻ പോകുന്നു. ഇയാളുടെ മകളാണ്, ദുര്യോധനന്റെ മകളാണ്. വേറെ ആളാരാണെന്ന് വ്യാസൻ പറഞ്ഞിട്ടില്ല. അവിടെ വിവാഹം വരെ നടക്കാൻ പോകുന്നു. ഇതറിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തേരോടിച്ച് വന്നിരിക്കുന്നത്, സാമ്പൻ. അപ്പോൾ സാമ്പന്
ഇവരെല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു കെട്ടി കാരാഗൃഹത്തിലിട്ടു. ഇതറിഞ്ഞ് ഹാലിളകി ഇങ്ങ് വരികയാണ്. ചങ്ങാതികൾ വന്നു ഇപ്പോഴും ഗംഗയിലേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് നിൽക്കണേന്നാണ് ഹസ്തിനാപുരം. അങ്ങനെ അതുകൂടി ഉണ്ട് വ്യാസന്റെ കുസൃതി. ഗംഗയിലേക്ക് ലേശം ചെരിഞ്ഞുകൊണ്ടാണ് അത്ര ഹസ്തിനാപുരം നിൽക്കുന്നത്. അതിന് കാരണം ഇയാൾ ഈ ഇതുകൊണ്ട് ലാഘുലം കൊണ്ട് വലിച്ചതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അദ്ദേഹം ആദ്യം ചോദിച്ചത് ഇതാണ്. അദ്ദേഹം വന്നു പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിഷമിച്ചു. പിന്നെ ഇത് ഗുരുനാഥനാണല്ലോ. ഗദായുദ്ധത്തിൽ ഉപരിപാഠങ്ങൾ, അതെ, ഉപരിപഠനം. ഗദായുദ്ധമൊക്കെ കൃപാചാര്യൻ പഠിപ്പിച്ചിട്ടുണ്ട്, ദ്രോണാചാര്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉപരിപഠനത്തിനാണ് അത് രണ്ടുപേരും പോയിട്ടുണ്ട്. ഭീമനും പോസ്റ്റ് ഗ്രാജുവേഷൻ ബലരാമൻ്റെ എല്ലാവരുടെ അടുത്ത് പോയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ നിർവഹിച്ചത്.